ഒരു ദിവസം പതിവ് പോലെ ജോലി കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് മടങ്ങുന്ന നേരം. സമയം അന്നേരം രാത്രി 11:30 മണിയായിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് താലൂക്ക് ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. അതിന് പുറകിൽ ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ട്. അതാണ് ആ ഹോസ്പിറ്റലിൻ്റെ മോർച്ചറി. ഞാൻ സൈക്കിൾ ചവിട്ടി ആ ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് എത്തിയതും പെട്ടെന്ന് മഴ ചാറാൻ തുടങ്ങി. ഞാൻ ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള ആ ബസ് സ്റ്റോപ്പിൽ കയറി നിന്നു. ബസ് സ്റ്റോപ്പിൻ്റെ പുറകിൽ ഹോസ്പിറ്റലിൻ്റെ മതിലാണ്. അതിനടുത്ത് തന്നെയാണ് ഈ മോർച്ചറിയും. ഞാനങ്ങനെ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് മഴയും നോക്കി നിൽക്കവേ അടുത്തുള്ള ഒരു പോസ്റ്റിൽ ബൾബ് ഇടയ്ക്കിടയ്ക്ക് മിന്നിക്കത്തുന്നത് ഞാൻ ശ്രദ്ധിച്ചു. മഴ കാരണം ഇപ്പോൾ അതും മടിച്ചു പോകുമെന്ന് ഞാൻ കരുതി. അങ്ങനെ അത് നോക്കി നിൽക്കുന്ന നേരം പുറകിലെ മോർച്ചറിയുടെ വാതിലിൽ ആരും മുട്ടുന്ന കൂട്ട് ശബ്ദം ഞാൻ കേട്ടു. വല്ല അറ്റൻഡർമാരുമായിരിക്കുമെന്ന് കരുതി ഞാൻ അങ്ങനെ മഴ തോരുന്നത് നോക്കി നിന്നു. അല്പം കഴിഞ്ഞതും വീണ്ടും അതേ വാതിലിൽ തട്ടുന്ന ശബ്ദം ഞാൻ കേട്ടു. ആരാണ് ഈ വാതിലിൽ ഇങ്ങനെ മുട്ടുന്നത്? അറ്റൻഡർമാർ ഇങ്ങനെ വാതിലിൽ മുട്ടുമോ? മുട്ടിയെ തന്നെ ശവങ്ങൾ കിടക്കുന്ന ആ വാതിൽ മുട്ടിയിട്ടും കാര്യമെന്ത്? അകത്തു നിന്നും ആരും തുറക്കാനുമില്ല. ഞാൻ പതിയെ ബസ് സ്റ്റോപ്പിലെ തിണ്ണയിൽ കയറി നിന്ന ശേഷം ആ ശബ്ദം കേൾക്കുന്ന സ്ഥലത്തേക്ക് ശ്രദ്ധിച്ചു. വീണ്ടും വാതിലിൽ മുട്ടുന്ന ശബ്ദം. അത് ശ്രദ്ധിച്ചപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി. അത് ബിൽഡിങ്ങിൻ്റെ അകത്തു നിന്നാണ് മുട്ടുന്നത്. അന്നേരം എനിക്ക് ശരിക്കും ഭയമായി. ഞാൻ പതിയെ തിണ്ണയിൽ നിന്നും താഴേക്ക് ഇറങ്ങി. ആ വാതിലിൽ ശക്തിയായി വലിച്ചു തുറക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. എനിക്കത് ഭയമായി. ഞാൻ പതിയെ സൈക്കിളിനരികിലേക്ക് നീങ്ങി നിന്നു. എന്നിട്ട് ആ മതിലിൻ്റെ അപ്പുറത്തേക്ക് ശ്രദ്ധിച്ചു. നല്ല ഇരുട്ടാണ് ആവശ്യം. മതിലിൻ്റെ അരികിലേക്ക് ആരോ നടന്നു വരുന്നുണ്ട്. ഞാൻ പതിയെ സൈക്കിളിൽ കയറി. എന്നിട്ട് വീണ്ടും അങ്ങോട്ട് നോക്കി. ഞാൻ നോക്കിയതും ആ മതിലിൻ്റെ മീതെ ഒരു കറുത്ത നിഴൽ രൂപം. അത് കണ്ടതും ഞാൻ സൈക്കിളിൽ നിന്നും താഴെ വീണു. സൈക്കിൾ എവിടെ ഇട്ടുകൊണ്ട് ഞാൻ ആ മഴയത്ത് എങ്ങോട്ടെന്നില്ലാതെ ഓടി. ആ സമയം ഹോസ്പിറ്റലിൽ നിന്നും ഒരു ചേച്ചിയും ചേട്ടനും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഞാൻ അവരുടെ ദേഹത്ത് തട്ടി ഞാനും ആ ചേട്ടനും കൂടി അവിടെ വീണു. പെട്ടെന്ന് അവിടെയുണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർമാർ ഓടി വന്നു. എന്നെ കുറെ വഴക്ക് പറഞ്ഞു. എന്നാൽ എൻ്റെ മട്ടും ഭാവവും കണ്ട് അവർ എന്നോട് ചോദിച്ചു, നിനക്ക് എന്താണ് പറ്റിയത്? എനിക്ക് മിണ്ടാൻ കഴിയുന്നില്ലായിരുന്നു. അങ്ങനെ അവർ വേഗം തന്നെ എനിക്ക് അടുത്തുള്ള ഒരു ഓട്ടോറിക്ഷയിൽ നിന്നും ഒരു കുപ്പി വെള്ളം എടുത്തുകൊണ്ട് വന്ന് തന്നു. ശേഷം ഞാൻ ആ വെള്ളം കുടിച്ചു. എനിക്കുണ്ടായ അനുഭവം അവരോട് പറഞ്ഞു. അത് കേട്ട ഓട്ടോ ഓടിക്കുന്ന ചേട്ടന്മാരിൽ ഒരാൾക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും ആ ബസ് സ്റ്റോപ്പിൽ വെച്ച് തന്നെയാണ് അയാളും ഇത്തരത്തിലുള്ള അനുഭവം നേരിട്ടതെന്നും 2002 ഷാജഹാൻ എന്നൊരു വ്യക്തിക്ക് ഉണ്ടായ അനുഭവകഥയാണിത്. ഈ അനുഭവകഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു നല്ല അനുഭവകഥയുമായി നമുക്ക് വീണ്ടും കാണാം. See you soon.